നെക്സ്റ്റ് നമ്മൾ ലൈൻ ചാർട്ട് ആണ് നോക്കുന്നത്. ലൈൻ ചാർട്ട് എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ്. ഇത് മെയിൻ ആയിട്ട് എന്താ നമ്മളെ ട്രെൻഡ്സ് പാറ്റേൺസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻ ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ എക്സ് ആക്സിസും വൈ ആക്സിസും വരുന്നുണ്ട്. എക്സ് ആക്സിസിൽ എന്തായിരിക്കും എ ടൈം ബേസ്ഡ് ഓർ കാറ്റഗറിക്കൽ വേരിയബിൾ, ഫോർ എക്സാമ്പിൾ മന്ത്സ്, ക്വാർട്ടേഴ്സ്, ഇയേഴ്സ്, കാറ്റഗറീസ് അതൊക്കെ ആയിരിക്കും. ഇനി വൈ ആക്സിസിൽ എന്തായിരിക്കും കറസ്പോണ്ടിങ് ന്യൂമറിക്കൽ വാല്യൂസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ സെയിൽസ്, പ്രോഫിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ഇവിടെ നമുക്ക് ഒരു ലൈൻ ചാർട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും കൊടുക്കേണ്ട വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ ഫോർമാറ്റിൽ അതിന്റെ സൈസ് ചേഞ്ച് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം, പിന്നെന്താ ടൈറ്റിൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ ചാർട്ട് ക്രിയേറ്റ് ചെയ്യണേ നോക്കാം. പവർ ബി ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോ ഇത് ഡെസ്ക്ടോപ്പ് ഡാഷ്ബോർഡിലാണ് ചെയ്യുന്നത്. അതില് ലൈൻ ചാർട്ട് ക്ലിക്ക് ചെയ്യാം. അവര് പറഞ്ഞിരിക്കുന്നത് എക്സ് ആക്സിസിൽ എന്ത് കൊടുക്കാനാണ്, സ്റ്റാർട്ട് ഓഫ് വീക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ സ്റ്റാർട്ട് ഓഫ് വീക്ക് ഡ്രാഗ് ചെയ്തു. വൈ ആക്സിസിൽ റവന്യൂ ആണ് ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ടോട്ടൽ റവന്യൂ വൈ ആക്സിസിലും ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്താ ഒരു ലൈൻ ഗ്രാഫ് കിട്ടി. അപ്പൊ ഈ ലൈൻ ഗ്രാഫിന്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ കുറെ ഐക്കൺസ് വരും. അപ്പ് ആരോ, ഡൗൺ ആരോ ഒക്കെ കാണാൻ പറ്റും. ഇത് എന്തിനായിരിക്കും, നമ്മൾ ഓൾറെഡി ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യുന്ന കേസിൽ മാത്രമേ ഈ ഓപ്ഷൻസ് വരുള്ളൂ. ഓക്കെ, ഹൈറാർക്കി എന്തിനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്, ഒരു കാറ്റഗറീനെ അതിനെ സബ് കാറ്റഗറൈസ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഹൈറാർക്കി നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഡ്രില്ലപ്പ്, ഡ്രിൽ ഡൗൺ ഒക്കെ പറഞ്ഞിട്ടുണ്ടായി. ഡ്രില്ലപ്പ് എന്ന് പറയുമ്പോൾ മീൻസ് നമുക്ക് ആ ഒരു സംഭവത്തിന് ഡ്രില്ലപ്പും ഡ്രിൽ ഡൗണും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ, ഒരു പെർട്ടിക്കുലർ സംഭവത്തിനെ സബ് കാറ്റഗറൈസ് ചെയ്ത് കാണാൻ. ഫോർ എക്സാമ്പിൾ ഇതിപ്പോ എന്താ ഇയർലി ബേസിലാണ് നമുക്ക് ഈ ഒരു ടോട്ടൽ റവന്യൂ കാണാൻ പറ്റുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് മന്ത്ലി ബേസിൽ കാണാം, അല്ലെങ്കിൽ ക്വാർട്ടർലി, വീക്ക്ലി, അല്ലെങ്കിൽ ഡേ വൈസ്, അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ കാണാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ആരോസ് യൂസ് ചെയ്യുന്നത്. ഈ ആരോസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഓരോ ഇതിലും കിട്ടും. കണ്ടോ, ക്വാർട്ടർലി ബേസിൽ കിട്ടും, മന്ത്ലി ബേസിൽ ഒക്കെ നമുക്കിത് മീൻസ് നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മള് മന്ത്ലി ബേസിൽ കാണാൻ ഒരു ലൈൻ ചാർട്ട്, വീക്ക്ലി ബേസിൽ കാണാൻ ഒരു ലൈൻ ചാർട്ട്, അങ്ങനെ സെപ്പറേറ്റ് ലൈൻ ചാർട്ട്സ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒരെണ്ണത്തിൽ തന്നെ നമുക്കത് ഡിഫറെന്റ് ഇന്റർവെൽസിന്റെ നമുക്ക് കാണാൻ പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് എന്താ ഇവിടെ ഫോർമാറ്റിൽ ചെന്നിട്ട് അതിന്റെ ഷേപ്പ്, കളറൊക്കെ നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ടൂൾ ടിപ്സ്, അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ലൈൻ ചാർട്ടിൽ തന്നെ ട്രെൻഡ് ലൈനും ഫോർകാസ്റ്റും കാണാൻ പറ്റും. അതെങ്ങനെയാ ചെയ്യണേ നോക്കാം. ഈ ലൈൻ ചാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്താൽ കണ്ട നമുക്ക് ഇവിടെ ട്രെൻഡ് ലൈൻ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ട്രെൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ എന്താ, അവിടെ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ ഉണ്ടായിക്കണേന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ആ ഒരു വാല്യൂവിനെ. പിന്നെ ഡാറ്റ ലേബൽസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഷെയ്ഡ് ഏരിയ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഈ ഐക്കൺ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് കസ്റ്റമർ ഡീറ്റെയിൽ പേജിൽ വേറൊരു ലൈൻ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ് ആക്സിസിൽ സ്റ്റാർട്ട് ഓഫ് വീക്കും വൈ ആക്സിസിൽ ടോട്ടൽ കസ്റ്റമേഴ്സും കൊടുത്തിട്ട് വേറൊരു ലൈൻ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം.